ഓയ് കുമ്പാരിമാരെ, വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ബർത്ത്ഡേ ആണ് എനിക്ക് കടന്നുപോയത്. സാധാരണ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ആഘോഷിക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്കും സന്തോഷമുള്ള ഒരു ദിവസമാണ് കടന്നുപോയത്. എൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെയാണ് എന്നെക്കുറിച്ചുള്ള ന്യൂസ് പത്രത്തിലും ചാനലിലും വന്നത്. വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു. കാരണം ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ദിവസം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ അല്ലായിരുന്നു. നമ്മൾ പോയ വെള്ളത്തിൽ എഞ്ചിന് സ്റ്റാർട്ടായില്ല. അപ്പം നമ്മളും ഒന്നും പേടിച്ചു. പിന്നെ അതങ്ങ് തരണം ചെയ്തു. കാരണം രാവിലെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു പേടിയില്ലാത്തത്. അപ്പോൾ രാത്രി പണിക്ക് പോകുന്നവരുടെ ബുദ്ധിമുട്ടൊക്കെ അപ്പോഴാണ് സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ മത്സ്യത്തൊഴിലാളിയുടെ മക്കളാണെങ്കിലും നമ്മൾ കടലിൻ്റെ ആഴങ്ങളിൽ പോയി ഒന്നും കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. ആദ്യമായിട്ട് പോയെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവരുടെ ബുദ്ധിമുട്ടും വേദനയും തന്നെയാണ്. ഏകദേശം 2 മണിക്കൂറിലേറെ കടലിൽ സഞ്ചരിച്ച ശേഷമാണ് തിരികെ എത്തിയത്. കുമാരിമാര് നമ്മൾ കടലിലോട്ട് പോയിട്ട് തിരിച്ച് ഹാർബറിലോട്ട് വന്നോണ്ടിരിക്കുകയാണ്. മീൻ പിടിക്കാനാണ് പോയതെങ്കിലും മീനൊന്നും കിട്ടിയില്ല. നമുക്ക് കുറെ പണി മാത്രം കിട്ടി, ഇഞ്ചിന് പണി തന്നതുകൊണ്ട്. പൂന്തുറയിൽ മത്തിക്കര എന്ന പേരിൽ ഓൺലൈൻ മത്സ്യക്കച്ചവടം നടത്തുകയാണ് ജ്യോതി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥാണ് നമ്മുടെ കൂടെയുള്ളത്. രാഹുൽ, ജ്യോതിയുടെയൊക്കെ ജീവിതത്തിന്റെ മറ്റൊരു വശം കൂടിയാണല്ലേ. ഇപ്പോൾ ഏതൊരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിലും മറ്റൊരാളുടെ പ്രയത്നം എന്താണ്, അതിന്റെ മഹത്വം എത്രത്തോളമാണ്, കഷ്ടപ്പാടുകൾ എങ്ങനെയാണ് എന്ന് അടുത്തറിയുന്നത് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നല്ലേ. കാരണം അത്രത്തോളം വലിയൊരു എക്സ്പീരിയൻസ് നമ്മളിലേക്ക് കൂടി കിട്ടുകയാണ്. ഇപ്പോൾ കടലിനെ അടുത്തറിയുക, എങ്ങനെയാണ് പോയി കടലിൽ മീൻ പിടിക്കുന്നത്, അത് അറിയുന്നതിന് പകരം കുറെ മനുഷ്യരോടൊപ്പം ചേർന്ന് ആ ജീവിതം എന്താണ്, കടലിലേക്ക് ചെല്ലുന്ന മനുഷ്യന്റെ ജീവിതം എന്താണ് എന്നാണ് ഇപ്പോൾ ജ്യോതി അടുത്തറിഞ്ഞിരിക്കുന്നത്. ഇതിൽ കുറേ നാളത്തെ ചിന്തയും ആഗ്രഹവും ഒക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം നോക്കൂ, ഈ മത്സ്യ വിൽപ്പനയാണ്. മത്സ്യം വിൽക്കുമ്പോൾ അത് ഉപജീവനമാണ്, അത് ചെയ്തു തീർക്കണം, അതിലൂടെ ജീവിക്കണം എന്നൊരു വലിയ ആഗ്രഹവും വലിയ ലക്ഷ്യവും വലിയ ഉത്തരവാദിത്വം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തം നിൽക്കുമ്പോൾ എങ്ങനെ ഈ മത്സ്യം ആ കുട്ടയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് അത് ആളുകൾക്ക് കൊടുക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുമ്പോൾ അല്പം പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നോട്ട് പോയി അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നു, അവരുടെ കഷ്ടതകൾ എങ്ങനെയാണ് എന്നറിയാൻ ഉള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അതിനുവേണ്ടി സമയം മാറ്റി വയ്ക്കുക, അതിൻ്റെ എല്ലാ റിസ്കുകളും എല്ലാ അപകടം നിറഞ്ഞ കാര്യങ്ങളും അതിലൂടെ കടന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു അനുഭവമാണ്, വ്യത്യസ്തമായൊരു തീരുമാനവുമാണ്. ആ നിശ്ചയമുള്ള ആ ദൃഢനിശ്ചയം ഉണ്ടായത് ജ്യോതിയുടെ മനസ്സിലാണ്. ജ്യോതി അങ്ങനെയാണ് ഈ വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പോകുന്നത്. ഇവിടെ ഷൂട്ടിനൊക്കെ നമ്മൾ ഈ കടലിലെ കുറച്ച് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടും ഈ ഛർദിൽ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് മുൻകൂട്ടി അറിയാം. എന്നിട്ടും മത്സ്യബന്ധനത്തിനായി പോകുന്നു, മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു, ഒരു മീനെ പിടിക്കുന്നു, പിന്നീട് ആ ബോട്ടിനെ എഞ്ചിൻ ഒന്ന് ചലിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അതൊക്കെ ചെയ്യുമ്പോഴും പറയുന്നത്, അതെല്ലാം ചെയ്യുമ്പോഴും പൂർണ്ണമായ സന്തോഷവതി ആയിരുന്നില്ല. കാരണം ഇത്രമാത്രം കഷ്ടതകളാണല്ലോ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അനുഭവിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടിയാണ് തീരത്ത് ജ്യോതി എത്തുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം വരും. നല്ല മീൻ അല്ല, ഈ മീനുകൾ എങ്ങനെ പിടിക്കുന്നു, അല്ലെങ്കിൽ ആ മീനുകൾ അത് നന്നായി തന്നെ ഉത്തരവാദിത്തത്തോടെ മറ്റുള്ളവർക്ക് എത്തിക്കുക എന്ന് പറയുന്ന വലിയ ലക്ഷ്യത്തിൻ്റെ ഒരു ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വലിയ കാരണമായി യാത്ര മാറി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അതിൽ 1-2 കുറച്ച് റിസ്കുകൾ ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക്, ആ റിസ്കിനൊക്കെ അപ്പുറത്തേക്ക് വലിയ ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിയാൻ കഴിയുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്താൻ കഴിയും നമ്മൾ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോയാൽ എന്ന് തെളിയിക്കുകയാണ് ജ്യോതി ഇവിടെ. ഏതായാലും മനോഹരമായൊരു കാഴ്ച. അത്തരത്തിൽ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോയി പുതിയ അറിവുകൾ നേടുന്ന ആളുകളെ പലപ്പോഴും ഇതുമായി ഒന്ന് കൂട്ടിച്ചേർക്കാൻ തോന്നിയ പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ആഹാരം മുന്നിലേക്ക് കൊണ്ടുവച്ച് തരുമ്പോൾ എനിക്കൊന്നും വേണ്ട അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞു മാറുമല്ലോ. അപ്പോൾ അമ്മമാർ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഇതിങ്ങനെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട് നീയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ, ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അത് ചേർത്ത് പറയുന്നത് നമ്മളുടെ മുന്നിലിരിക്കുന്ന ഒരു വസ്തു അത് എങ്ങനെയാണ് മുന്നിലേക്ക് വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ഭൂരിഭാഗം പേരും ഒന്ന് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല, എങ്ങനെയാണ് ഇത് വന്ന വഴി എന്നുള്ളത്. അവിടെയാണ് ജ്യോതി വ്യത്യസ്തയാകുന്നത്. അപ്പോൾ മുന്നിലുള്ള ഒരു കാര്യം എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പല ജീവിതങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടും ഒപ്പം ആ ഒരു പ്രയത്നത്തിന്റെ മഹത്വം ഒക്കെ ജ്യോതി മനസ്സിലാക്കുകയാണ്, അത് നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്കും പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ജ്യോതി തരുന്ന വലിയ സന്ദേശമല്ലേ. ശരി രാഹുലെ. ഞാൻ പൂന്തുറ സ്വദേശിയാണ്. പൂന്തുറ ശേരിയമ്പുട്ടത്താണ് വീട്. ഇതാണ് നമ്മുടെ വീട്. വീടും കടലും അധികം ദൂരമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടും കടലൊക്കെ.